എനിക്ക് മനസ്സിലായി. മാഡം തൊണ്ട ശരിയാക്കുന്നുണ്ടെങ്കിൽ സിംഹം ഗർജിക്കാൻ റെഡി ആയെന്നാണ് അർത്ഥം. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നീ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ ലവ് സ്റ്റോറിയാണോ? നിന്റെ പിറകെ ഞാനാണോ വന്നത്? അയ്യോ അല്ല മാഡം, അത് പിന്നെ ഒരു സിനിമാ കഥയല്ലേ. അങ്കിൾ ചോദിച്ചപ്പോ എന്ത് പറയണമെന്ന് അറിയാതെ ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. തഥാസ്തൂന്ന്. അനിയത്തി പ്രാവിലെ കഥയൊക്കെ അടിച്ചു മാറ്റി ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പറഞ്ഞതേ നുണക്കഥയാ. അതും പോരാഞ്ഞിട്ട് ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞു എന്നുള്ള ബിൽഡപ്പും കൂടെ. ഓട്ടെ വിട്ടേക്ക് മാഡം, നേരിട്ട് വന്ന് നിങ്ങൾ എന്തായാലും പറയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് കഥയിലെങ്കിലും ഞാനതൊന്ന് പറഞ്ഞ് സമാധാനിച്ചോട്ടെ. ഒന്നിന്റെ ആവശ്യമില്ല. ഒരു തവണയും കൂടെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ അവരോട് എല്ലാ സത്യങ്ങളും പറയും. അയ്യോ അങ്ങനെയൊന്നും ചിന്തിക്കില്ല മാഡം, ഇനി ഒന്നും പറയുന്നില്ല. നടക്ക് വാന്നേ. അങ്കിൾ, ഞാനേ കഥയിലെ ഒരു മെയിൻ പോർഷൻ വിട്ടുപോയി, അതുകൊണ്ട് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് വിളിച്ചതാ. കുഴപ്പമില്ല, കഥ പറയുമ്പോ ഇടയ്ക്ക് പോയിന്റ് ഒക്കെ മിസ്സാവും. അതൊന്നും കുഴപ്പമില്ല, മോൻ ഇങ്ങോട്ട് ഇരിക്കും മോളെ. എന്നിട്ട് കഥ. അതിനുശേഷം പിന്നെ കല്യാണ ദിവസം അടുത്ത് വന്നുകൊണ്ടേയിരുന്നു. ആ കുട്ടിയുടെ അമ്മയ്ക്ക് തൃശ്ശൂർ ആ കുട്ടി ഈ കുട്ടി എന്നൊക്കെ എന്തിനാ പറയുന്നത്? ശിവാനിന്ന് പേര് തന്നെ പറഞ്ഞത് പോയിന്റ്. അതെ അതെ, ശിവാനിയുടെ അമ്മയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം മനസ്സിലാക്കി എന്നോട് ഇവളെ മറക്കാൻ പറയായിരുന്നു. അയ്യോ, നിനക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ഇല്ല, എനിക്കിവളെ മറക്കാൻ പറ്റാതെ ആ വേദനയോടുകൂടി ഒരു പട്ടിക്കുട്ടിയുമായി ഞാൻ കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എതിരെ നിന്ന് ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ വരുന്നു. ഞാൻ അവനെ വഴി കാണിച്ചു കൊടുത്തത്. എന്താ മോനെ ഇത്? നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെങ്കൊച്ചിനെ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടിക്കുട്ടി എന്റെ വേദന കണ്ട് സഹിക്കാനാവാതെ എന്നെ വിട്ടിട്ട് പോയത്. ഞാൻ ടോട്ടലി അലോണായി പോയി. അയ്യോ, ആ പട്ടിക്കുട്ടി സ്വർഗത്തിലായിരിക്കും. നീ ഇങ്ങനെ കരയാതിരിക്കെ. നീ വിഷമിച്ച എനിക്കും കരച്ചിൽ വരും. അയ്യോ, നിങ്ങൾ എന്തിനാ കരയുന്നത്? എത്രയൊക്കെ സഹിച്ചതാ മക്കളെ നിങ്ങൾ രണ്ടും. നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോ എന്റെ കരള് പൊടിയുന്ന പോലെ തോന്നുക. അത്രയ്ക്കങ്ങ് ഇമോഷണൽ ആകുന്നും വേണ്ട. അല്ല, നിങ്ങൾ രണ്ടാളും ഫിലിംസ് ഒന്നും കാണാറില്ലേ? ഇല്ല മോളെ, ഈ മലമുകളിൽ എവിടെയാ സിനിമ കാണുന്നത്? കറണ്ട് എപ്പോ വരും എപ്പോ പോകുന്നു കറണ്ടിന് പോലും അറിയാത്ത അവസ്ഥയാ. സീരിയല് പോലും കാണാൻ പറ്റുന്നില്ല, പിന്നെ സിനിമയുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ടാ ഇങ്ങനെ. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കും തൃശ്ശൂലെ. ബാക്കി എന്തുണ്ടായെന്ന് പറയൂ. ഓ, ഇനി എന്ത് പറയാനാ? പറയും മോനെ, എന്തുണ്ടായെന്ന് പറയൂ. അങ്കിൾ, ഇതുവരെ പാർട്ട് 1 ആയിരുന്നു. പാർട്ട് 2 ഞാൻ പിന്നെ പറഞ്ഞോളാം. മതി മോനെ, നീ വിഷമിക്കാതിരിക്കും കേട്ടോ. പാർട്ട് 2 പിന്നെ എപ്പോഴേലും പറഞ്ഞാൽ മതി. അത് വിളമ്പിക്കോ. കഴിക്കോ. ഗരുഡ, പോയ കാര്യം എന്തായി? ആ നാഗറാണിയും തൃശ്ശൂലും എവിടെയാ ഉള്ളത്? മഹാമായി, അവര് രണ്ടുപേരും ഇപ്പോൾ ദൂരെ ഒരു ഗ്രാമത്തിലാണുള്ളത്. വരൂ മഹാമായി, നമുക്കിപ്പോൾ തന്നെ അവിടേക്ക് പോകാം. അമ്മയുടെ മന്ത്രശക്തി ഉപയോഗിച്ച് ആദിശേഷന്റെ ആത്മാവിനെ നമുക്ക് അവിടെ വെച്ച് കണ്ടുപിടിക്കാം. ആദിശേഷന്റെ ശക്തിയെ കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അവന്റെ ആത്മാവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ചില പൂജാകർമ്മങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ അത് ആരംഭിച്ചതേ ഉള്ളൂ. നമ്മുടെ ഓരോരോ നീക്കങ്ങളും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. അല്പമെങ്കിലും പിഴവ് സംഭവിച്ചാൽ ആദിശേഷനെ പറ്റി ഒന്നും അറിയാൻ കഴിയില്ല. അതുമാത്രമല്ല, നമ്മൾ ആദിശേഷന്റെ ആത്മാവ് തിരയുന്ന കാര്യവും ആ നാഗറാണിക്ക് മനസ്സിലാവും. അതവൾ മനസ്സിലാക്കിയാൽ നമുക്കത് ആപത്താണ്. അമ്മ പറയുന്നത് ശരി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ ആദിശേഷൻ ആരാന്നുള്ളത് നമ്മൾ എപ്പോൾ കണ്ടുപിടിക്കും? പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ. അതിനാണ് ഞാനിപ്പോൾ പൂജ ആരംഭിച്ചത്. ഈ പൂജ കഴിഞ്ഞാൽ എനിക്ക് അപാരമായ ശക്തി സ്വായത്തമാകും. അതിനുശേഷം ആദിശേഷൻ എന്റെ മുന്നിൽ വരും. ആദിശേഷന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള ആ ചരിത്ര നിമിഷം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അടുത്തു തന്നെ ഉത്തരം ലഭിച്ചിരിക്കും. അത് കേട്ടാൽ മാത്രം മതി മഹാമായി.
ആദിശേഷൻ ആരാണെന്നുള്ള ചോദ്യം നമ്മുടെ മുന്നേറ്റങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. അതൊന്ന് മാറിക്കിട്ടിയാൽ നമ്മൾ പാതി വിജയിച്ചില്ലേ? പാതിയല്ല, പൂർണ്ണ വിജയവും എന്റേത് മാത്രമായിരിക്കും. അപ്പോഴേ എന്റെ 60 വർഷത്തെ പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കുകയുള്ളൂ. നാഗറാണി എന്റെ പരമ്പരയിൽ ഒരുവന്റെ പങ്കാളിയായി തീരണം. നാഗമാണിക്യം അവന്റെ മാത്രം സ്വന്തമായിരിക്കും. എന്റെ ഈ പരമ്പരയെ തോൽപ്പിക്കാൻ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പോഴവൻ ചിരഞ്ജീവിയായി മാറും. അപ്പോഴേ എനിക്കും സന്തോഷമാവുകയുള്ളൂ. ആദിശേഷ, ഒട്ടും വൈകാതെ നിന്റെ ആത്മാവിന്റെ രഹസ്യം എന്റെ കൈകളിലെത്തും. എന്റെ മന്ത്രശക്തി എന്താണെന്ന് അപ്പോ നീ അറിയും. എന്തൊക്കെ നുണ പറഞ്ഞ അവരെ വിശ്വസിപ്പിച്ചത്? നിനക്ക് ആര് വേണമെങ്കിലും പറ്റിക്കാൻ അറിയാലേ? മാഡം, ഞാൻ പറയുന്നതൊന്നും എനിക്ക് വേണ്ടി മാത്രമല്ല. ഓ, ഞാൻ നിന്നെ പ്രേമിച്ചു, നിന്റെ പുറകെ നടന്നെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണോ? എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അതൊരു കഥയല്ലേ, അവര് പറഞ്ഞ് ത്രില്ലടിപ്പിക്കാന്ന് വിചാരിച്ച് പറഞ്ഞതാ. നീ പറഞ്ഞു ഓവർ ആവുന്നുണ്ട് തൃശൂർ. ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ത്രിവിക്രമനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയും. അയ്യോ മാഡം, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ പെട്ടുപോയതന്നെ ധാരാളമാ. ഇനി ബോസിനോട് പറയാത്തന്നെ കുഴപ്പമുള്ളൂ. ഒന്നും മിണ്ടാതിരി മാഡം. ഇല്ല. എന്തു പറ്റി? എന്തിനെങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നിങ്ങള്? വഴക്കോ? ഇല്ലല്ലോ ആന്റി, ഞങ്ങളുടെ സ്നേഹത്തിൽ സംസാരിക്കായിരുന്നു. സ്നേഹം കാരണം ഇത്ര ഉറക്കെയൊക്കെ സംസാരിക്കോ? ഇല്ല, ഞങ്ങൾക്കെന്തോ നിങ്ങളെ കാണുമ്പോ എന്തൊക്കെ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു. ശരിയാ ശ്രു, എന്തോ കിടന്ന് പുകയുന്നുണ്ട്, ഉറപ്പായിട്ടുണ്ട്. തൃശൂർ, മോർണിംഗ് വന്നേ, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. എന്താ വാ മോളെ, വാ. നീ സത്യം പറയണം. നീയും ശിവാനി മോളും ശരിക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു തുടങ്ങിയോ? എന്താന്ന് വെച്ചാ എനിക്കതിൽ ചെറിയൊരു സംശയം. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ഒത്തൊരുമയില്ല, സ്വരച്ചേർച്ചയില്ല. ഇതെല്ലാം കാണുമ്പോ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ആവശ്യത്തിനുള്ള ബുദ്ധിയൊക്കെ ഇതിനകത്തുണ്ട്. സത്യം പറയേ. അത് ശരിയാ ആംഗിളെ, ഞങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണെന്നേ ഉള്ളൂ. പക്ഷെ ജീവിതം ഇതുവരെ തുടങ്ങിയിട്ടില്ല. എനിക്ക് മനസ്സിലായിരുന്നു. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു. എല്ലാം ഞാൻ ശരിയാക്കി തരാം. റൂമിലേക്ക് ശരി. അമ്മേ, ഇപ്പൊ പണി വാളിയനെ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെയും എസ്കേപ്പ് ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ പലതും സംഭവിക്കും ഇവിടെ. ചെല്ല്, അവളെ ഞാൻ അങ്ങോട്ട് അയക്കാം. ആരയക്കുന്ന? ഇനി എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഇതെന്താ ഇത്? ഹാർട്ട് ഷേപ്പില് അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇനി ആരെങ്കിലും ഫസ്റ്റ് നൈറ്റ് ആണോ? അല്ലല്ലോ. ഓ, ഇവിടെ വരുന്ന അതിഥികളെയൊക്കെ ഇങ്ങനെയായിരിക്കും അവർ സൽക്കരിച്ച് കിടത്തി ഉറക്കുന്നത്. ഒന്നും ആലോചിച്ച് പേടിക്കണ്ട ശിവാനി, എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. എനിക്ക് വയ്യ. ഹേയ്, എന്തിനാ ചിരിക്കുന്നേ? അവരോട് എന്തൊക്കെയാ നീ പറഞ്ഞേ? ഞാനെന്ത് പറയാനാ? നമ്മുടെ രണ്ടുപേരും ഇതുവരെയായിട്ടും ജീവിതം തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനാ അവരോട് അങ്ങനെ പറയാൻ പോയേ? മാഡം, അവർക്ക് നമ്മൾ ഭയങ്കര സംശയമായിരുന്നു. ആ സംശയം ഒന്ന് മാറ്റാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതല്ല ഞാൻ. നീ പറഞ്ഞ പൊട്ടത്തരം കേട്ട് അവര് നമുക്ക് വേണ്ടി ഫസ്റ്റ് നൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കേ ഇവിടെ. സോറി. സത്യങ്ങൾ അവരോട് പറയാൻ ഒരു നിമിഷം മതി എനിക്ക്. പക്ഷേ നാട്ടുകാരെല്ലാരും ചേർന്ന് പിടിച്ച് വിഴുങ്ങുന്ന് പേടിപ്പിച്ച് വെച്ചിരിക്കല്ലേ, അതുകൊണ്ടാ മിണ്ടാതിരിക്കുന്നത്. അതെ, ഒന്നും മിണ്ടാ നിൽക്കണ്ട മാഡം. സത്യങ്ങളൊക്കെ അവരറിഞ്ഞാ പിന്നെ അവര് നമ്മളെ പഞ്ഞിക്കിടും, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട നീ. ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഓ, എന്ത് ചെയ്യുന്ന? നിന്റെ അയ്യോ വേണ്ട മാഡം. എന്താ മാഡം ഇത്? എനിക്ക് തിരിച്ചറിയാൻ അറിയില്ലെന്ന വിചാരം? എന്നെ തിരിച്ചറിയാനുള്ള ധൈര്യമായോ നിനക്ക്? എനിക്കെന്താ നിങ്ങളുടെ പോലെ തിരിച്ചു ചൂടാവാൻ അറിയത്തില്ലെന്നാണ് വിചാരം? ദേഷ്യം വന്നാ പിന്നെ ഞാനല്ലാതാവും, മനസ്സിലായോ? എന്ത് ചെയ്യും നീ?
കള്ളം പറഞ്ഞ് എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്നോട് ദേഷ്യപ്പെടാണോ ഇപ്പൊ നീ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കും. സാരല്ലേ, വിട്ടേക്ക്. എന്റെ ഭാഗത്താ തെറ്റ്. സോറി സോറി മാഡം. പോയി അവിടെ കിടന്നു. ഞാൻ കോൾ ചെയ്തിട്ട് അവരെ എടുക്കുന്നുമില്ല, ഇങ്ങോട്ടാണെങ്കിൽ വിളിക്കുന്നുമില്ല. എന്തൊക്കെ ചെയ്യാ? എന്തായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ അങ്കിൾ, നിങ്ങളുടെ വീട്ടില് അതിഥികളായിട്ട് രണ്ടുപേര് വന്നില്ലേ? അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഫോൺ കൊടുക്കോ? ഫോൺ ചെയ്ത് ആദ്യം കുശലം അന്വേഷിക്കുക വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്തണം. അതല്ലേ സംസ്കാരം. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആരാന്ന് പറയൂ. അങ്കിൾ, എന്റെ പേര് ത്രിവിക്രം എന്നാ. അവർക്കൊന്ന് ഫോൺ കൊടുക്കാമോ? അവരോട് ഉണ്ടല്ലോ അല്ലേ? അതെ, അവരിവിടെ ഉണ്ട്. പക്ഷെ ഫോൺ കൊടുക്കാനൊന്നും പറ്റില്ല. അതിപ്പോ നിങ്ങൾ ഫോൺ കൊടുക്കാൻ പറഞ്ഞോണ്ടേ ഫോൺ കൊടുക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ആരാ, എന്താ, എവിടെന്നാ, എന്തിനാ വിളിക്കുന്നേ? അതൊക്കെ ആദ്യം ഒന്ന് പറയുന്നേ നിങ്ങള്. ഇയാളെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ഇയാളെന്റെ കൈ കിട്ടിയ ഞാൻ ആരാന്ന് കാണിച്ചു കൊടുത്താനെ. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചെന്താ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതോ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാത്ത അവസ്ഥയാ? അല്ല, ഞാൻ പറഞ്ഞുതരാം. എന്റെ വീട് കനകദുർഗയില. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ ഇവരും തമ്മിൽ എന്താ ബന്ധം പറയൂ. നിങ്ങളുടെ വീട്ടിൽ വന്ന പയ്യനില്ലേ, അവൻ എന്റെ ഫ്രണ്ടാ. അവന്റെ കൂടെ വന്ന പെൺകുട്ടിയില്ലേ ശിവാനി, അവൾ എന്റെ ഫിയാൻസിയാ. ഫിയാൻസി എന്ന് പറഞ്ഞ അതായത് ഈ വളയും മാലയൊക്കെ കിട്ടുന്ന ആ കടയ്ക്ക് പറയുന്നതല്ലേ? അതാ? ഓ അയ്യോ അങ്കിളെ, അതിന്റെ പേര് ഫാൻസി സ്റ്റോറ്. ഞാൻ പറഞ്ഞ ഫിയാൻസി എന്നാ. അതായത് അവളെ താലി കെട്ടാൻ പോകുന്ന ചെക്കൻ, അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. എന്താ? അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണ്? അതെ, ഞാൻ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇയാളെന്താ ഫോൺ വെച്ചോ അതോ കട്ടായതാണോ? ഇതെന്താ എൻഗേജ് ടോണാണോ കേൾക്കുന്നത്? എന്ത്? 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ത്രിവിക്രമന്റെ അസുഖം മാറിയില്ലെന്നോ? എന്തോ എന്റെ പ്രവചനങ്ങളൊന്നും ഫലിക്കുന്നില്ലല്ലോ. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഗുരുക്കളെ. വല്ലാത്തൊരു മാറ്റമാ. ചെറിയ വല്ല കാര്യമായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നില്ല. വീട്ടിലുള്ള എല്ലാവരും വല്ലാത്ത ആശങ്കയിലുമാ. അങ്ങന്ന് ആ ചൂർണം തന്ന സമയത്തുള്ള ത്രിവിക്രമനും ഇപ്പോഴത്തെ അവനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്താ അവനെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളാണോ ദോഷങ്ങളാണോ എന്നൊന്നും എനിക്ക് അറിയില്ല ഗുരുക്കളെ. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്കിതിന് എത്രയും വേഗം ഒരു പരിഹാരം പറഞ്ഞു തരണം. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. അതെ ഗുരു, ഇനിയും വൈകിച്ചാൽ കൊച്ചുമുതലാളിയുടെ അവസ്ഥ വളരെ കഷ്ടമാവും. ദിഗ്വിജയ, ഇതിനുള്ള പരിഹാരം ഒളിഞ്ഞിരിക്കുന്നത് നാഗമാണിക്യത്തിൽ മാത്രമാണ്. നാഗമാണിക്യത്തിൽ? നാഗമാണിക്യത്തിൽ ഇതിനുള്ള പരിഹാരം ഉണ്ടെന്നോ? ദിഗ്വിജയ, നാഗമാണിക്യമുണ്ടെങ്കിൽ നടക്കാത്തതായി ഒന്നുമില്ല. നാഗമാണിക്യത്തിന്റെ ശക്തി ലഭിച്ചാൽ നിർജീവമായ കല്ലുകൾ പോലും സംസാരിക്കും. നാഗമാണിക്യത്തിന്റെ ശക്തിയുടെ അറിവ് നിനക്കുമുണ്ട്. ഇനി നാഗമാണിക്യത്തിന്റെ സാമീപ്യം ത്രിവിക്രമനാണ് വേണ്ടത്. നാഗമാണിക്യം സ്പർശിച്ചാൽ പിന്നെ അവനിലുള്ള വിഘ്നങ്ങളെല്ലാം പാടെ മാറിപ്പോകുന്നതാണ്. അപ്പോ നാഗമാണിക്യം ത്രിവിക്രമനെ കാണിക്കണമെന്നാണോ? അവനിതെന്താണെന്ന് മറ്റോ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? നാഗമാണിക്യമുള്ള സ്ഥലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. അവനുള്ള സ്ഥലത്തേക്ക് നാഗമാണിക്യം കൊണ്ടുവന്നാൽ മതി. അവൻ അറിയാത്തതുപോലെ നാഗമാണിക്യം അവന്റെ ദേഹത്ത് സ്പർശിക്കണം. നാഗമാണിക്യത്തിന്റെ ശക്തി അവന്റെ ദേഹത്ത് പ്രവേശിക്കുമ്പോൾ അവൻ പഴയതുപോലെ ആകുന്നതാണ്. ഗുരുക്കളെ, നാഗമാണിക്യം വീട്ടിലേക്ക് എടുത്തോണ്ട് വരുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് സേഫ് അല്ല എന്ന് എനിക്കൊരു തോന്നൽ. അതിനുള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന കിരണങ്ങൾ കാരണം വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഗുരുക്കളെ? അങ്ങനെയൊന്നും ആലോചിക്കണ്ട, ഞാനുണ്ട് കൂടെ.
ഇത് വാങ്ങിക്കൂ. ഈ പട്ടിലാണ് നാഗമാണിക്യം ഭദ്രമായി കൊണ്ടുവരേണ്ടത്. ഈ പട്ട് ദിഗ്ബന്ധനത്താൽ ഭദ്രമാണ്. ഈ പട്ടിനുള്ളിൽ നാഗമാണിക്യം പൊതിഞ്ഞാൽ അതിന്റെ കിരണങ്ങളൊന്നും പുറത്തു പോകാതെ ഈ പട്ട് സംരക്ഷിച്ചോളും. ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല. നാഗമാണിക്യം സ്പർശിച്ചതിന് ശേഷം അവനിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. അവന്റെ ദേഹം കറുപ്പ് നിറമായി മാറും. ഒട്ടും പേടിക്കേണ്ടതില്ല. നാഗമാണിക്യത്തിന്റെ ശക്തി അവന്റെ ദേഹത്ത് പ്രവേശിച്ചതിന്റെ സൂചനയാണത്. ഒരല്പസമയം അവനെ തനിച്ചു തന്നെ വിടണം. അപ്പോൾ അവൻ പഴയതുപോലെ ആവുകയും ചെയ്യും. ശരി ഗുരുക്കളെ. എല്ലാം നന്നായി നടക്കും. നാഗമാണിക്യത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. നിങ്ങൾ രണ്ടുപേരുമല്ലാതെ വേറെ ആരും അത് കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളായിരിക്കും സംഭവിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. കെയർഫുള്ളായി നോക്കിക്കൊള്ളാം ഗുരുക്കളെ. വിജയീ ഭവ. ഒരു വട്ടം കാത്തുനിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. ഒരു വട്ടം കാത്തുനിന്നു ഞാൻ. മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? മേഡം, ഈ വാതിലിൽ ഇങ്ങനെ കൊട്ടുന്ന ഫോഴ്സ് കണ്ട എന്തോ കാര്യമായിട്ട് സംഭവിച്ച പോലെ ഉണ്ടല്ലോ. നീ തന്നെ വല്ലതും ചെയ്തു കാണും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ മേഡം? എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും. ആർക്കറിയാം. പോയി വാതിലോർക്ക്. വന്നു വന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളും ഭാര്യയും ഭർത്താവും അല്ല, അല്ലേ? നീ വേറൊരുത്തരെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ ഇവിടെ വേറൊരുത്തന്റെ കൂടെ കഴിയുന്നു. എന്താ ഇതൊക്കെ? എന്താ കാറ് കേടായി പെരുവഴി കിടന്ന് കഷ്ടപ്പെടണ്ടെന്ന് കരുതി നിങ്ങളെ വീട്ടിൽ കൊണ്ടൊന്ന് സൽക്കരിച്ചപ്പോ ഞങ്ങളെ തന്നെ അങ്ങ് പറ്റിക്കാന്ന് കരുതിയില്ലേ? ഭാര്യയും ഭർത്താവാന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു പ്രേമകഥ മെനഞ്ഞെടുത്ത് ഞങ്ങളെ അങ്ങ് വിശ്വസിപ്പിച്ചു. ഇപ്പൊ അറിയുന്നത് ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റൊരു പയ്യനാണെന്ന്. അല്ല, നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തല്ലോ. ഞങ്ങളെ ഒന്ന് അറിയിക്കണം എന്നുള്ള മര്യാദ തോന്നിയില്ല അല്ലേ? എന്താ ഞങ്ങൾ അത്രയ്ക്ക് മോശക്കാരാണെന്ന് കരുതിയല്ലേ? അങ്കിൾ, അതായത് അങ്കിൾ എന്ന് വിളിച്ച് ഇനി നീ പറ്റിക്കണ്ട. അങ്ങനെ വിളിക്കാനുള്ള അർഹത നിനക്കില്ല. പറയും മോളെ ശിവാനി, വേറൊരു ചെക്കനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് നീ എന്തിനാ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നേ? ആ പയ്യനെയും പറ്റിച്ച് അവന്റെ ജീവിതം ഇല്ലാണ്ടാക്കല്ലേ? എന്തായാലും ഇവരോടൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാരെ വിളിക്കാം, പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകാം. അവര് തന്നെ ഇവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കട്ടെ. നടക്കരുണ്ടെന്നോ? അതുള്ളതാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിൽ അറിയിച്ചേ പറ്റുള്ളൂ. വാ വാ വാ. അങ്കിൾ, അങ്കിൾ പ്ലീസ് നിൽക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. അങ്കിൾ, അങ്കിൾ പ്ലീസ്. അങ്കിൾ, അങ്കിൾ. മുതലാളി, എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താ ആലോചിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുതലാളി? ഗുരുക്കൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കായിരുന്നു അന്തീഷ. അദ്ദേഹം പറയുന്നത് നാഗമാണിക്യം കൊണ്ട് ത്രിവിക്രമനെ കാണിച്ച അവന്റെ അസുഖമെല്ലാം ഭേദമാവുമെന്നാണല്ലോ. അതിപ്പോ എങ്ങനെയാ കൊണ്ടുവരിക? അവനെ എങ്ങനെയാ ഒന്ന് തുടിയിക്കുക? അതിനാണല്ലോ ഗുരു വഴി പറഞ്ഞു തന്നിട്ടുള്ളത്. അദ്ദേഹം വഴിയൊക്കെ പറഞ്ഞു, പക്ഷെ അതിനതിൻ്റെതായ അപകടങ്ങളും ഉണ്ട്. നാഗമാണിക്യം ഇങ്ങോട്ട് കൊണ്ടുവരാനും തിരിച്ചവിടെ കൊണ്ടുവെക്കാനും വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നാഗമാണിക്യം എടുത്ത ശേഷം അത് വീട്ടിൽ കൊണ്ടുവന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ച് ത്രിവിക്രമനെ കൊണ്ടുവന്ന് സ്പർശിപ്പിക്കുന്ന കാര്യമില്ലേ, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനിപ്പോ എന്താ മുതലാളി? ഗുരു തന്ന പട്ടില് നാഗമാണിക്യം പൊതിഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന് ഗുരു തന്നെയല്ലേ പറഞ്ഞത്? പട്ടിനുള്ളിലായി കഴിഞ്ഞാൽ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ പട്ടിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ അത് കണ്ടും തന്നെ ഇരിക്കട്ടെ. അവർക്കപ്പ തന്നെ സംശയം തുടങ്ങും. അവരതിൽ തൊട്ടുനോക്കി നാഗമാണിക്യത്തിന് എന്തെങ്കിലും അശുദ്ധി ഉണ്ടായാൽ നമ്മുടെ വംശം തന്നെ നശിച്ചു പോകും. അതൊക്കെ ശരിയാ മുതലാളി. പക്ഷേ നാഗമാണിക്ക് എടുക്കാതെ വേറെന്താ വഴിയുള്ളത്? അതൊക്കെ എടുക്കാം, അതത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അതവിടുന്ന് എടുത്ത ശേഷം അത് ആരുടെ കണ്ണിലും പെടാതെ ഒരാളും അതിൽ തൊടാതെ ഉത്തരവാദിത്തത്തോടുകൂടി നോക്കേണ്ടത് നിന്റെ കടമയാ. തീർച്ചയായും ചെയ്യാം മുതലാളി. ഈ വിശ്വാസം ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. നാഗമാണിക്യത്തെക്കുറിച്ച് വീട്ടിൽ ആർക്കും തന്നെ അറിയില്ല. വീട്ടുകാർക്ക് മാത്രമല്ല, എന്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല. അത് സേഫ് ആയിട്ട് ഒരിടത്തുണ്ടെന്നറിയാം, പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ അവരതെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം, പക്ഷെ എന്നാലും നമ്മളിതൊക്കെ ചെയ്തല്ലേ പറ്റും. മുതലാളി, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അത് ചെയ്തോളാം. വേറൊന്നുമല്ല, എത്രയും പെട്ടെന്ന് എല്ലാം പഴയ പോലെ ആവണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഐ ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ. നാളെ വെളുപ്പിനെ നമുക്ക് നാഗമാണിക്ക് എടുക്കാൻ പോകാം. റെഡിയായിരുന്നു. ഓക്കെ.